കഷ്ടമല്ലേ? എത്ര എത്ര കസ്റ്റമേഴ്സിന്റെ ശരീരത്തിൽ കിടക്കുന്ന ഡ്രസ്സുകളാ. ആർക്കും ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് ഒരു പിടി ചാരമായത്. ആ, ഒരു കാര്യം ചെയ്യും, അതിൽ നിന്ന് കുറച്ച് ചാരം എടുത്തു വെക്ക്. സുധിയേട്ടന്റെ ചിതാഭസ്മത്തിന്റെ കൂടെ വെക്കാം. എന്നിട്ട് പുഴയെ കൊണ്ടുപോയി ഒഴുക്കുമ്പോ കൂടെ ഒഴുക്കാം. കത്തിക്കരിഞ്ഞു പോയ സ്വപ്നങ്ങൾക്ക് അതാ ഏറ്റവും ഉചിതമായ യാത്രയായിരിക്കും. പുഴയിലെ തണുത്ത വെള്ളത്തില് അതങ്ങാലിഞ്ഞാലിഞ്ഞില്ലാതായി. ഒന്നുകൂടി പറ. നീ ഇപ്പൊ പറഞ്ഞേ, അതൊന്നുകൂടി പറ. ഒരു തവണയല്ല, എത്ര തവണ വേണമെങ്കിലും പറയാം. എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പറയടാ, ധൈര്യം നീ പറയടാ. എന്റെ സുധിയേട്ടന്റെ ചിതാഭസ്മത്തിന്റെ ഒപ്പം ആ ചാരവും വെക്കണം നീ പറഞ്ഞില്ലേ? അത് നീ ഒന്നുകൂടെ പറ. പറഞ്ഞ നീ എന്ത് ചെയ്യോടി? അതിന് പറഞ്ഞു നോക്ക്. എന്നാ കേട്ടോ, ചത്തുപോയ നിന്റെ ഭർത്താവില്ലേ, അപകട മരണത്തിൽപ്പെട്ട് പെടുമരണം സംഭവിച്ച ഒരുത്തൻ, അവനെ കത്തിച്ച ചാരം ഒരു കുടത്തിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതിന്റെ ഒപ്പം ഇതും കൂടി എടുത്ത് എവിടെങ്കിലും കൊണ്ടുപോയി ഒഴുക്ക്. രണ്ടും ബോഡി വേസ്റ്റ് ആണല്ലോ. എന്താടി, അതല്ലേ എന്റെ ശരി? എന്താടി നോക്കി പിടിപ്പിക്കുന്നത്? നിനക്കെന്താ എന്നെ കൊല്ലണമെന്നുണ്ടോ? എന്നാ കൊല്ലടി. എടി കൊല്ലേ. എന്റെ ദേഹത്തോട്ട് അത് വിവരം അറിയും. കാണണല്ലോ, ഇന്ന് രാട്ടിലെ നാറിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുള്ളൂ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ചൊണ്ടിലൊരാള് മതിയട ഈ ഭൂമിയില്. അയ്യോ മുത്തശ്ശി, അമ്മേ, ഓടി വരണേ, കൊല്ലല്ലേ മുത്തശ്ശി, ഓടി വരണേ അമ്മേ, മുത്തശ്ശി ഓടി വായോ, മുത്തശ്ശി കൊല്ലല്ലേ, ഓടി വായോ മുത്തശ്ശി, മുത്തശ്ശി രക്ഷിക്ക്, മുത്തശ്ശി അമ്മേ, ഓടിയോ ഓടിയോ. നീ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? ഇവൻ ആരാന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. എന്തൊക്കെ അനുഭവിച്ചു, എന്നാലും നിന്റെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ലല്ലോ. എന്തിനാ മോനെ അവള് നിന്റെ കഴുത്തി കയറി പിടിച്ചത്? വേറൊരു സംശയം, ആ തുണി മുഴുവൻ കത്തിച്ചത് ഞാനാണെന്ന് അവര് പറയുന്നത്. അയ്യോ കണ്ടോ, അങ്ങനെ പറഞ്ഞാലാണല്ലോ നിത്യം ഞാൻ നമ്മളുടെ കല്യാണം മുടങ്ങും. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിനും ഇവർക്കെത്താ ഇങ്ങനെ ഉണ്ടോ അസൂയ? നീ നിത്യം തമ്മില് കല്യാണം കഴിക്കാൻ പോവാണെന്നോ? ഓ, അപ്പൊ അതായിരുന്നു നിന്റെ മനസ്സില്? പിന്നല്ലാതെ, അങ്ങനെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ അമ്മേ? ചരിത്രം മിണ്ടണ്ട, ദേവികയോട് ഞാൻ സംസാരിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശരത്തിനെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കാനാ പരിപാടിയെങ്കിൽ ഈ നിമിഷം നിന്നെ ഇവിടുന്ന് പുറത്താക്കും. ശരത്ത് എന്താണെന്നും എങ്ങനെയാണെന്നും നീ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങൾ അറിയാൻ. ശരത്തിന്റെ ഭാഗം മാത്രം കേൾക്കുന്ന മനസ്സിലാക്കാൻ തയ്യാറാവത്തെ. നീ തെറ്റും ഇവൻ ശരിയോ ആയതുകൊണ്ട് നിന്റെ തുണി മുഴുവൻ കത്തിച്ചത് ശരത്താണല്ലേ? അതെ, ശരത്താണ്. അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോടി നിന്റെ കയ്യില്? ഒരാളെ ഇഷ്ടമല്ലാന്ന് കരുതി എന്ത് തോന്നിയാസോ അങ്ങോട്ട് പറഞ്ഞയാളെന്നാണോ? എന്താടി നാവിറങ്ങിപ്പോയോ? തെളിവുണ്ടോ കയ്യില്? എന്താ ഇല്ലേ? അമ്മേ, ഇത് ബാധയമ്മേ. അല്ലെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അത് കത്തിച്ച ഞാനാണെന്ന് പറയൂ. ഈ പാവത്തിന് ഡ്രസ്സ് എത്തിച്ചിട്ട് എന്ത് കിട്ടാനമ്മേ?
എങ്ങനെ എന്നെ സംശയിക്കാൻ നോക്കിയെന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എടി ദേ ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. നിന്റെ കയ്യിലിരിപ്പ് മോശമാണെന്ന് പണ്ടേ ഞങ്ങൾക്കറിയാം. അതെ, നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചേച്ചാ മതി, ഇങ്ങോട്ട് പുറത്തെടുക്കണ്ട. മനസ്സിലായോ? നീ വാടി പാർവതി. അയ്യോ, ഞാനും വരാമേ. അല്ലെങ്കിൽ ഇനി ഇവരെന്റെ കഴുത്തിന് കയറി പിടിക്കും. ബാധയാവുന്നല്ലോ, ബാധ. മോനെ അങ്ങോട്ട് എഴുന്നേറ്റേ, അങ്ങോട്ട് പോയി.